ചലഞ്ച് ഇതാണ്. ഒരു സയൻസ് ക്വിസ് തയ്യാറാക്കണം. പക്ഷേ പുസ്തകങ്ങൾ മുഴുവൻ പരതാൻ സമയമില്ല. ഇപ്പൊ രമേശ് മാഷിന് ആ സമയത്താണ് ജനറേറ്റീവ് എഐയെ കുറിച്ചും ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ചും മറ്റ് അധ്യാപകർ സംസാരിക്കാനിടയായത്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പരിശോധിച്ചു. അപ്പോൾ ജനറേറ്റീവ് എഐ എന്ന് പറഞ്ഞാൽ ഇതൊരു സെർച്ച് എഞ്ചിൻ മാത്രമല്ല. നമുക്ക് കഥ, കവിത, ചിത്രങ്ങൾ, ഇമേജസുകൾ ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇത് നമുക്ക് കലാകാരനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മാതിരി ഉപയോഗിക്കാം. അതേപോലെ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്ററെ ഉപയോഗിക്കാം. ഇതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ബട്ട് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതൊരു ജനറേറ്റീവ് എഐയുടെ ഒരു സബ്സെറ്റാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ. അപ്പോൾ ഇപ്പോൾ ലൈബ്രറി എടുക്കുകയാണെങ്കിൽ ഈ ലൈബ്രറിയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും ഒരു സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിലാണ് ആ ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ പരിമിതമാണ്. ബട്ട് ജനറേറ്റീവ് എഐയിൽ നമ്മൾ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ, ബില്യൺസ് ഓഫ് ഡാറ്റ ഈ സിസ്റ്റത്തിലേക്ക് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ബേസിൽ നേടിയെടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കും ജനറേറ്റീവ് എഐയിലേക്ക്. ഈ ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ആത്മവിശ്വാസത്തോടെ തെറ്റായ ഉത്തരങ്ങൾ നൽകും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ തെറ്റിച്ച് പറയും. ഇതിന് ഹാലൂസിനേഷൻ എന്നാണ് പറയുക. അതേപോലെ ചാറ്റ് GPT, ക്ലൗഡി, ജെമിനി ഇതെല്ലാം നമ്മുടെ ജനറേറ്റീവ് എഐ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് എഴുതാനും നമുക്ക് നമ്മുടെ ടാസ്കിൽ യൂസ് ചെയ്യാനും സഹായിക്കുന്ന ടൂൾസുകളാണ്. അപ്പോൾ എന്താണ് പ്രോംപ്റ്റ് എന്ന് നോക്കാം. നമുക്ക് എഐയോട് നാം ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഒരു ഇൻസ്ട്രക്ഷൻ, അതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് എങ്ങനെയാണോ ഒരു ചോദ്യം കൃത്യമായി ചോദിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ഉത്തരം കിട്ടുക, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സിറ്റിയിൽ പോയിട്ട് ഏതാണ് ഫാർമസി ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു ഫാർമസി ഷോപ്പ് കാണിച്ചു തരും, അല്ലേ? അതിന് പകരം നമ്മൾ കൃത്യമായി പറയുകയാണ് എനിക്ക് XYZ ഫാർമസിയിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതനുസരിച്ചാണ് നമുക്ക് ആ ഒരു ഡാറ്റ തരിക, ആ ഒരു മാപ്പ് ഡയറക്ഷൻ തരിക. അതേമാതിരി തന്നെയാണ് നമ്മുടെ ഈ പ്രോംപ്റ്റിലും നമ്മൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റിങ്ങിൽ പലതരം ഈ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ പല രീതിയിൽ പറയും. ഒന്ന് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണം, റൈറ്റ് എ സയൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുക വാട്ട് ഈസ് വാട്ടർ, വാട്ട് ഈസ് H2O, അത് എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ റെസ്പോൺസായി വരിക. അപ്പോൾ നമ്മൾ ഉദാഹരണം കൊടുത്തുകൊണ്ട് പ്രോംപ്റ്റ് ചെയ്യുന്നതിനാണ് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമാണ് കൊടുക്കുക. ഫ്യൂ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉദാഹരണങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഇതാ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ, ഇതുപോലത്തെ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കും. അതേമാതിരി നമ്മൾ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് മോഡൽ പോലെ എനിക്കൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാൻ പറയുക. അല്ലെങ്കിൽ ഫ്യൂ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉദാഹരണങ്ങൾ നൽകുന്നതാണ് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുക. പിന്നെ വരുന്നത് റോൾ പ്രോംപ്റ്റിംഗ്. നമുക്ക് അയാൾക്കൊരു റോൾ അസൈൻ ചെയ്യുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ AI യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഒരു പുകഴ്ത്തി പറയുന്ന മാതിരിയാണ് എനിക്കിത് ഫീൽ ചെയ്യാറ്. ആക്ട് ആസ് എ സ്ട്രിക്റ്റ് സയൻസ് ക്വിസ് മാസ്റ്റർ, ഒരു കർക്കശക്കാരനായ ക്വിസ് മാസ്റ്റർ ആയിട്ട് പെരുമാറുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണമെങ്കിൽ ആക്ട് ആസ് എ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്. അല്ലെങ്കിൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുക ആക്ട് ആസ് എ സിവിൽ എഞ്ചിനീയർ. ആ രീതിയിൽ നമ്മൾ ഒരു റോൾ ആദ്യം അസൈൻ ചെയ്യുക. അപ്പോൾ റോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ AI വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഈ ഒരു റോളിലേക്ക് മാറിയിരിക്കുന്നു, ഇനിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം ആ ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡിലായിരിക്കും. അപ്പോൾ നമ്മളൊരു സയൻസ് ക്വിസ് മാസ്റ്റർ ആണെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും തരിക. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കുറച്ച് നിയമം നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അതേമാതിരി കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ കൃത്യമായ നിർദ്ദേശം ഫോളോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കത്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AI ഏതെങ്കിലും ഒരു കത്ത് എഴുതും, അല്ലേ? അപ്പോൾ അതിന് കറക്റ്റായിട്ട് പറയേണ്ടത് ഇപ്പോൾ നമ്മൾ 2 ദിവസത്തെ അവധിക്കായിട്ട് പ്രധാന അധ്യാപകന് ഒരു കത്ത് എഴുതുക. അത് എന്താ കാരണം? പനി കാരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ആ രീതി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് നമ്മുടെ അതിരുകൾ നിശ്ചയിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ AI ക്ക് അറിയില്ലെങ്കിലും AI അറിയുന്ന
ഇതായി അഭിനയിച്ചുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ അതിന് പകരം ഉത്തരം അറിയെങ്കിൽ ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ പ്ലീസ് മെൻഷൻ ദാറ്റ് ഐ ഡോണ്ട് നോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ടൊരു പ്രോംപ്റ്റ് ഇയാൾ എഴുതുകയാണെങ്കിൽ ആക്ട് ആസ് എ സയൻസ് ടീച്ചർ ബേസ്ഡ് ഓൺ ദ 8th സ്റ്റാൻഡേർഡ് സിലബസ് ക്രിയേറ്റ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അബൌട്ട് ഫോട്ടോസിന്തസിസ് യൂസ് ദ സ്റ്റൈൽ ഓഫ് ദ എക്സാമ്പിൾസ് പ്രൊവൈഡഡ് ബിലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇയാൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജനറേറ്റീവ് AI ടൂൾസ് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ബുക്സ് റെഫർ ചെയ്ത് മണിക്കൂറുകൾ എടുത്ത് ചെയ്യേണ്ട ജോലി നമ്മൾ മിനിറ്റുകൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ഉദാഹരണങ്ങൾ നൽകുക, അതനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പ്രോംപ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ വ്യക്തമായി പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും. താങ്ക് യു.